ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഒത്തുവന്നില്ല എന്ന് തന്നെ പറയാം. കുറച്ച് തിരക്കായിപ്പോയി. അങ്ങനത്തെ ഞാനിപ്പം എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷം എന്ന് ചോദിച്ചാൽ വിശേഷമായിട്ടൊന്നുമില്ല. ഇന്നിവിടെ ഒരു ചെറിയ ഗസ്റ്റ് വരുന്നുണ്ട്. ഏട്ടൻ്റെ ചേട്ടനും വൈഫും. ചേട്ടനെന്ന് വെച്ചാൽ വല്യമ്മയുടെ മകനാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്ത് കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പം ഓച്ചിറ അമ്പലത്തിലും പോകണം, ഇവിടെയും വരണം. അപ്പോൾ അവരെ വിളിക്കാനായിട്ട് പോകാനായിട്ടാണ് ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. അവരെ വിളിച്ചിട്ട് ഓച്ചിറ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുത്തുള്ളൂ. അപ്പം നമ്മുടെ ഉച്ചഭക്ഷണം ഇവിടെ ആയതുകൊണ്ട് ഒരുപാട് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചിക്കൻ കറിയുടെ പ്രോസസ്സ് നടക്കുവാണ് കേട്ടോ. അങ്ങനെ ബാക്കിയെല്ലാം ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി. ഇപ്പം സമയം 9 മണി ആയിട്ടേ ഉള്ളൂ. അവർ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം ഏകദേശം കായംകുളത്ത് എത്താറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങി. ആദൂട്ടനും ഏട്ടനും വണ്ടിയിലൊക്കെ കയറിയിരുന്നു. ആദൂട്ടനാണെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഞാൻ കൊച്ചു വണ്ടിയിലൂടെ പോയല്ലേ പറ്റൂ, 2 പേരുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ് ആദൂട്ടൻ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. ഏട്ടൻ അവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഞങ്ങളിവിടെ എത്തിയെന്ന് പറയാനായിട്ട് പോയിട്ട് വരുവാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ വണ്ടിയിലൊക്കെ കയറി, ചേച്ചി എൻ്റെ വണ്ടിയിലും കയറി. ഞങ്ങൾ നേരെ ഓച്ചിറ അമ്പലത്തിൽ വന്നു. ഇതവരുടെ മകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് നടക്കുവാണ്. അവരാദ്യമായിട്ടാണ് കേട്ടോ ഓച്ചിറ അമ്പലത്തിൽ തൊഴാനായിട്ട് വരുന്നത്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർ ഉച്ചയോടെ എടുക്കുന്ന സമയമായെങ്കിൽ തന്നെയും നമ്മുടെ ഉണ്ടിക്കാവിലൊക്കെ ഇരിക്കാൻ നല്ല തണുപ്പും തണലും അല്ലേ. അപ്പോൾ അവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്കാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമല്ലേ നമ്മുടെ അമ്പലം. അപ്പോൾ അത് കാണിച്ചു കൊടുത്ത് തൊഴിയിച്ചു കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ നടക്കാനായിട്ട് പോവാണ്. ആദൂട്ടനാണെങ്കിൽ ചേച്ചിയെ കിട്ടിയപ്പോഴത്തേക്കും മണ്ണ് വാരി കളിയൊക്കെ തുടങ്ങി കേട്ടോ. അവിടെ മണ്ണിൽ കളിക്കാൻ നല്ല സുഖമുണ്ട്. ഏട്ടൻ ലോട്ടറി എടുക്കാനായിട്ട് പോവാണ്. അമ്പലത്തിൽ വന്ന ഏട്ടൻ ലോട്ടറി എടുപ്പ് മസ്റ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പിള്ളേർക്ക് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ചെരുപ്പൊക്കെ നോക്കുവാണ് കേട്ടോ. മോക്ക് ചെരുപ്പ് വാങ്ങിക്കുവാണ് ചേട്ടൻ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അവിടെ വന്നത് ചേച്ചി എൻ്റെ കല്യാണ ആൽബവും എൻഗേജ്മെൻറ്റിൻ്റെ ആൽബമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് ചേച്ചി എടുത്ത് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ സമയം കളയാതെ ഞങ്ങൾ ചോറ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ എനിക്ക് അവർ കഴിച്ച് കഴിയാറായപ്പോഴാണ് വീഡിയോ എടുക്കാൻ പോയത്. എല്ലാം എടുത്ത് വെച്ചപ്പോൾ പറ്റിയില്ല. ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി, ചൂരക്കറി ഉണ്ടായിരുന്നു, ചീനി വേവിച്ചത്, തോരൻ, പിന്നെ അയില വറുത്തത്, പിന്നെ പുളിശ്ശേരി, അച്ചാർ, സാമ്പാർ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. അപ്പം സന്തോഷമായി ഇരുന്ന് കഴിച്ചു.
ആദൂട്ടൻ ഇവിടെ ഇന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അവനാണെങ്കിൽ ചോറ് കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പിടിച്ച് നിർത്തി കുറച്ച് ചോറൊക്കെ വാരി കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ഒരേ പോലത്തെ 2 കളർ ചെരുപ്പൊക്കെ ഇട്ടും കൊണ്ട് കളിയാണ്. ആദൂട്ടനും അവിടെ നിന്നൊരു ചെരുപ്പ് ചേട്ടൻ വാങ്ങി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ കളിയൊക്കെ തുടങ്ങി. അപ്പം എനിക്കറിഞ്ഞുകൂടാ, ആദൂട്ടൻ നല്ല പോലെ ചേച്ചിയായിട്ട് അടുത്തിട്ടുണ്ട്. അവൻ ഒരുപാട് കമ്പനി കൂടുന്നത് അങ്ങനെ കുറവാണ് കേട്ടോ. അവന് ചിലപ്പോൾ മനസ്സിൽ തോന്നുന്ന ആൾക്കാരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾ കത്തി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അവർക്ക് നേരത്തെ എത്തണം, ദൂരെ ആയതുകൊണ്ട് നേരത്തെ പോകണം, എന്നാലേ ഒക്കൂ. അപ്പം ഏകദേശം സമയമായി. പിന്നെ ഞങ്ങളിത് ചായ കുടിച്ചുകൊണ്ട് കത്തി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അവർ പതുക്കെ ഇറങ്ങാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ടാറ്റാ. കുഞ്ഞിന് അവർ പോണ്ടേ, ചേച്ചിക്ക് വീട്ടിൽ പോണ്ടേ? നീ കരയോ? ആ ഒരു മൂട് ചേച്ചിക്ക് ഒരു മൂട്. ചേച്ചി വീട്ടിൽ പോണ്ട, കൂടെ പോണം ചേച്ചി. നിനക്ക് പള്ളിക്കുട്ടി പള്ളിക്കൊള്ളല്ലേ? ആരാ? അങ്ങനെ ഒരു ബാഗൊക്കെ എടുത്തപ്പോൾ തന്നെ ആദൂട്ടൻ കരച്ചിൽ തുടങ്ങി. പിന്നെ വണ്ടിയിൽ കയറി ഞങ്ങളവരെ കൊണ്ടുവിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൻ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് പോവുകയാണ്, എങ്ങോട്ടോ പോവുകയാണെന്നാണ് അവൻ വിചാരിച്ചേക്കുന്നത്. അപ്പം ഞാനും വണ്ടി എടുത്തു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. ആദൂട്ടൻ ഇപ്പോഴും സന്തോഷത്തിലാണ്. കാരണം നമ്മൾ ബസ്സിൽ എവിടെയോ പോവുകയാണെന്നാണ് അവൻ്റെ വിചാരം. അവൻ ഇല്ല ബസ്സിൽ കയറാം, അവിടെ കയറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് കേട്ടോ. അവർക്ക് പോകാനുള്ള ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ ലേറ്റാവും. അതിനകത്ത് ഡ്രൈവറോ ആളോ ഒന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ തന്നെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ബസ്സിനകത്ത് ആളൊക്കെ കയറി തുടങ്ങി. അപ്പോഴത്തേക്കും അവരും കയറിയിരുന്നു കേട്ടോ. അപ്പം ചേച്ചി കയറുന്ന കണ്ടപ്പോഴത്തേക്കും ആദൂട്ടന് സങ്കടം വന്നു. അങ്ങനെ പിന്നെ ഏട്ടൻ ബസ്സിനകത്ത് കുറച്ച് നേരവും കൂടെ അവരുടെ കൂടെ നിൽക്കാമെന്ന് വെച്ചിട്ട് ബസ്സിലായിട്ട് കയറി നിന്നു. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായപ്പോഴത്തേക്കും ഏട്ടൻ പതുക്കെ ഇറങ്ങി. പക്ഷെ അതിനേക്കാട്ടും പ്രശ്നമായി. ബസ്സിൽ കയറിയില്ലായിരുന്നെങ്കിൽ അവൻ ഇത്രയും കരയത്തില്ലായിരുന്നു. ഇപ്പം തന്നെ അവൻ്റെ മുഖം കണ്ടില്ലേ. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ബസ് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞങ്ങൾ ആദൂട്ടൻ്റെ സങ്കടം മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ബസ് പോകുന്നത് വരെ കുറച്ച് നേരവും കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുവാണ് കേട്ടോ. അപ്പം പക്ഷേ അതിനൊരു പ്രയോജനം ഇല്ലായിരുന്നു. അവിടെ നിന്നപ്പോഴാണ് അവന് ഏറ്റവും കൂടുതൽ വിഷമമായത്. അങ്ങ് നേരെ പോയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ സീറ്റുണ്ട്, അവിടെ ഇരിക്കാം, ബാക്കിൽ സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് മറക്കാൻ. അപ്പം നമുക്ക് മാറ്റിയെടുക്കാനും പാടാം. മുട്ടായി കൊടുക്കാം, ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകാമെന്നൊന്നും പറഞ്ഞിട്ട് അവന് മൈൻഡ് അല്ലായിരുന്നു. അവന് പോകണം, അവരുടെ കൂടെ പോകണം എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുമായിരുന്നു. അവന് മാത്രമല്ല ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അവർ വന്നിട്ട് പോയപ്പോഴത്തേനും നല്ല സങ്കടം ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയൊക്കെ എടുത്തു, അവർ പോയി. അപ്പം ഞങ്ങളും പോകാനായിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.